Good morning, students. അടുത്ത question ഇതാണ്. Solve the recurrence relation un is equal to un minus 1 plus 2 un minus 2. u0 is equal to 3, u1 equal to 7 by using generator function. അവിടെ a ന്റെ പകരം un കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ആ സഫിക്സ് a എന്നുള്ളത് u ആയിട്ട് മാറ്റി. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേക്ക് റെക്കറൻസ് റിലേഷൻ un is equal to un minus 1 plus 2 un minus 2. ആദ്യത്തെ സ്റ്റേജ് എന്താണ് ചെയ്യേണ്ടത്? എക്സ് റേസ് ടു n കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ un x റേസ് ടു n, un minus 1 x റേസ് ടു n, 2 un minus 2 x റേസ് ടു n. Each and every term should be multiplied by x raised to. അതിനുശേഷം എന്ത് ചെയ്തു? സിഗ്മ നൊട്ടേഷൻ കൊടുക്കാം. സിഗ്മ എടുക്കുമ്പോൾ n എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? n ഈക്വൽ ടു ഇവിടെ ലോവസ്റ്റ് സഫിക്സ് എന്താണ്? n മൈനസ് 2 ആണ്. അപ്പോൾ n ഈസ് ഈക്വൽ ടു 2 to ഇൻഫിനിറ്റി un x റേസ് ടു n. ഇവിടെ എന്താണ്? സിഗ്മ n ഈക്വൽ ടു 2 to ഇൻഫിനിറ്റി un മൈനസ് 1 x റേസ് ടു n. 2 into sigma n is equal to 2 to infinity un minus 2 x raised to n. എല്ലാ ടൈമിലും n equal to 2 to infinity കൊടുക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ സീരീസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ n is equal to 2 കൊടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്? u2 x സ്ക്വയർ. ഫസ്റ്റ് ടൈം കിട്ടും u2 x. n ന് 2 കൊടുക്കുമ്പോൾ u2 x. അടുത്ത ടൈം എന്താണ്? n ന് 3 കൊടുക്കുമ്പോൾ u3 x ക്യൂബ്, u4 x raised to 4 plus etc. ഈ റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കാം. n ന് 2 കൊടുക്കുമ്പോൾ ആദ്യത്തെ ടൈം എന്താ കിട്ടുന്നത്? u1 x സ്ക്വയർ. അടുത്ത ടൈം എന്താണ്? n ന് 3 കൊടുക്കുമ്പോൾ 3 മൈനസ് 1 u2 x ക്യൂബ്. അടുത്ത ടൈം എന്താണ്? n ന് 2 കൊടുത്തു, 3 കൊടുത്തു, 4 കൊടുക്കുമ്പോൾ 4 മൈനസ് 1 u3 x raised to 4 plus x plus 2 into ഇവിടെ n equal to 2 കൊടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്? u0 n equal to 2 കൊടുക്കുമ്പോൾ u0 x സ്ക്വയർ. n അടുത്ത n ന് 3 കൊടുക്കുമ്പോഴോ u1 x ക്യൂബ് പ്ലസ് u2 n ന് ആദ്യം 0 കൊടുത്തു, 0 കൊടുക്കുമ്പോൾ നമുക്ക് u0 n ന് 2 കൊടുത്തപ്പോൾ u0 കിട്ടി, u0 x സ്ക്വയർ. n ന് ശേഷം നമ്മൾ 3 കൊടുത്തു, 3 കൊടുത്തപ്പോൾ u1 x ക്യൂബ് കിട്ടി. n ന് നമ്മൾ 4 കൊടുത്തപ്പോൾ 4 മൈനസ് 2 u2 x റേസ് ടു 4 പ്ലസ് x. ഇനി ഇതിനെയൊക്കെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? g of x ലോട്ട് മാറ്റണം. g of x ലോട്ട് മാറ്റണമെങ്കിൽ g of x ന്റെ ഫോർമുല എടുക്കും. ഇതാണ് g of x ന്റെ ഫോർമുല. a0 പ്ലസ് a1x പ്ലസ് a2x സ്ക്വയർ പ്ലസ് a3x സ്ക്വയർ a3x ക്യൂബ് പ്ലസ് x. ഇതാണ് നമ്മുടെ ഫോർമുല. ആ ഫോർമുലയിലേക്ക് ഇതിനെ കൺവെർട്ട് ചെയ്യണം. കൺവെർട്ട് ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് u0 ഇവിടെ u0 എടുക്കാം. നമ്മുടെ ഇവിടെ തന്നിരിക്കുന്ന u0 ആയതുകൊണ്ട് അതുപോലെ തന്നെ എടുക്കാം. അപ്പോൾ u0 പ്ലസ് u1x പ്ലസ് u2x സ്ക്വയർ u3x ക്യൂബ്. ആദ്യത്തെ ടൈം എന്താണ്? u2 x സ്ക്വയർ. അപ്പൊ ഇവിടെ നോക്കി g of x മൈനസ് ഈ u0ഉം u1x ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ബാക്കി എന്തുണ്ട്? u2x സ്ക്വയർ പ്ലസ് u3x ക്യൂബ് പ്ലസ് എക്സെട്ര. അപ്പൊ u2x സ്ക്വയർ പ്ലസ് u3x ക്യൂബ് എക്സെട്രയ്ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? g of x മൈനസ് u0 മൈനസ് u1x എഴുതാം. ഈ ഒരു ടൈമിന് പകരം നമ്മൾ എന്ത് എഴുതി? g of x മൈനസ് u0 മൈനസ് u1x എന്ന് നമ്മൾ എഴുതി. ഇനി അടുത്ത് നോക്കാം. റൈറ്റ് ഹാൻഡ് സൈഡ് u1x സ്ക്വയർ ആണ് അടുത്ത കേസ്. അടുത്ത കേസില് g of x മൈനസ് u0 is equal to u1x plus u2x സ്ക്വയർ പ്ലസ് u3x ക്യൂബ് പ്ലസ് എക്സെട്ര ആണ്. ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? u1x സ്ക്വയർ പ്ലസ് u2x ക്യൂബ് പ്ലസ് u3x റേസ്ഡ് ടു 4 ആണ്. അപ്പൊ ഇതിനെ x കൊണ്ടാണ് ഗുണിച്ചു. x into g of x minus u0 is equal to u1x സ്ക്വയർ പ്ലസ് u2x ക്യൂബ് പ്ലസ് u3x റേസ്ഡ് ടു 4 പ്ലസ് എക്സെട്ര. അപ്പൊ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? x into
x into g of x minus u x into g of x minus plus 2 into അടുത്ത ടേമിൽ എന്താണ് u0 x square u1 x അടുത്ത ടേം കണ്ടുപിടിക്കുക. അപ്പൊ രണ്ടാമത്തെ ടേം കണ്ടുപിടിച്ച് മനസ്സിലായല്ലോ അല്ലേ? g of x ഇവിടെ നടത്തി u0 ഷിഫ്റ്റ് ചെയ്തപ്പോൾ u1 x u2 x square u3 x cube വന്നു. പക്ഷെ അതിന്റെ കൂടെ u1 ന്റെ കൂടെ x സ്ക്വയർ ഉണ്ട്. അപ്പൊ x കൊണ്ട് ഗുണിച്ചപ്പോൾ അത് ശരിയായി. അപ്പൊ രണ്ടാമത്തെ ടേം x into g of x minus u0 എന്ന് കിട്ടി. ഇനി മൂന്നാമത്തെ ടേം എന്താണ് u0 x square എന്നാണ്. u1 x cube. അപ്പോ ഇതിനെ x square കൊണ്ട് ഗുണിക്കാം. x square കൊണ്ട് ഗുണിച്ചാൽ x square into g of x equal to u0 x square plus u1 x cube plus u2 x raised to 4 plus etc. അപ്പൊ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം x square g of x is equal to 0. റൈറ്റ് ആൻസർ 0. അപ്പോൾ 2x square into g of x. കണ്ടോ? അപ്പൊ കംപ്ലീറ്റ് നമ്മൾ എവിടേക്ക് കൊണ്ടുവന്നു g of x ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇനി g of x minus u0 എത്ര തന്നേക്കണ ക്വസ്റ്റ്യനിൽ 3 ആണ് മൈനസ് u1 എത്ര തന്നേക്കണ 7 ആണ് 7x is equal to x into g of x minus u0 എത്രയാണ് 3 ആണ് plus 2x square into g of x. ഇനീഷ്യൽ കണ്ടീഷൻസ് എല്ലാം നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വന്നപ്പോൾ നമുക്ക് ഇത്രയും വരെ കിട്ടി. ഇത്രയും വരെ ചെയ്ത് മനസ്സിലായെന്ന് വിചാരിക്കണം. ആദ്യം നമ്മൾ എക്സ് റേസ് ചെയ്യുന്നതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് സമ്മേഷൻ എടുത്തു. സമ്മേഷൻ എടുത്ത് ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് n - 2 ആണ്. പെർപെൻഡിക്കുലർ കൊടുത്തു. സീരീസ് എക്സ്പാൻഡ് ചെയ്തു. ഓരോ സീരീസിനും ആപ്റ്റ് ആയിട്ടുള്ള g of x എഴുതി. അവിടെ നമുക്ക് g of x minus u0 minus u1 x ആണ് ഇത്. ഇവിടെയാണെങ്കിൽ x കൊണ്ട് ഗുണിച്ചാകുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ഇവിടെയാണെങ്കിലോ x സ്ക്വയർ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ഇത് കേട്ടോ. ഇനി നമുക്ക് g of x മാത്രം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിർത്തണം. ബാക്കിയുള്ളത് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഷിഫ്റ്റ് ചെയ്യാം. അതിൽ നമുക്ക് a കണ്ടുപിടിക്കാം കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ g of x minus 3 minus 7x is equal to x into g of x minus 3x plus 2x square into g of x. Bracket open ചെയ്തതിനു ശേഷം g of x നെ നമുക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. g of x എല്ലാം നമുക്ക് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, g of x ഒരു ടേം ഉണ്ട്. ഈ ടേമിനോട് കൊണ്ടുവന്ന് x into g of x അപ്പോൾ മൈനസ് ആയി. ഇവിടെ minus 2x square g of x. ഇനി 3 നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. 3 plus 7x minus 3x. അപ്പോൾ 3 plus 4x. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് 3 plus 4x വരും. ഇതിൽ നിന്ന് g of x പുറത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 1 minus x minus 2x square is equal to 3 plus 4x. അപ്പോൾ g of x ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 3 plus 4x divided by 1 minus x minus 2x. അപ്പോൾ ഡിനോമിനേറ്ററിൽ നമുക്ക് എന്ത് കിട്ടി? 1 minus x minus 2x square എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 1 minus x g of x is equal to 3 plus 4x divided by 1 minus x into 1 minus 2x square. ഇത് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. അങ്ങനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഭവം എന്താണെന്ന് അറിയുമോ? 1 minus 2x into 1 plus x. അതിനെ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടാവുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഈ ക്വാഡ്രാറ്റിക് ആണ്. കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. ഇത് ഗുണിച്ച് നോക്കാം. 1 into 1 1 1 into x x minus 2x minus 2x എന്താ പറഞ്ഞാൽ എന്താണ്? 1 minus x minus 2x square. അപ്പോൾ 1 minus x minus 2x square പകരം എന്താ എഴുതാം? 1 minus 2x into 1 plus x നമുക്ക് എഴുതാം. അപ്പോൾ താഴെയുള്ളത് ഒരു ക്വാഡ്രാറ്റിക് ആണ്. റൂട്ട് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം. അടുത്ത പാർഷ്യൽ ഫ്രാക്ഷൻ. പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരിട്ട് ആൻസറിലേക്ക് എത്തിച്ചേരും കേട്ടോ. വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പ്ലസ് ടുവിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച കാര്യമാണ്. അത് കുട്ടികളെ മറന്നുപോയി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ 3 plus 4x divided by 1 minus 2x into 1 plus x. പിന്നെ എഴുതാം a by 1 minus 2x
plus b by 1 plus x. ഇനി നമ്മൾ ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡിനോമിനേറ്ററിൽ ഗുണിക്കുമ്പോൾ 3 plus 4x is equal to a into 1 plus x plus b into 1 minus 2x. ഇനി x ന് നമ്മൾ എന്ത് കൊടുക്കണം? x ന് നമ്മൾ -1 കൊടുക്കണം. -1 കൊടുത്താൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് കിട്ടും? 3 plus 4 into -1 is equal to e times 0 ആയിപ്പോ e ടൈം എന്താവും? b into 1 minus 2 into -1 plus 2. അപ്പൊ നമ്മുടെ 3 minus 4 എന്ന് പറയുമ്പോൾ -1 വരും. That is equal to b into 3 എന്ന് വരും. അപ്പോൾ b യുടെ വാല്യൂ എത്രയാണ്? b യുടെ വാല്യൂ -1. അപ്പോൾ b യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? b യുടെ വാല്യൂ നമുക്ക് -1 കിട്ടി. ഇനി നമുക്ക് a യുടെ വാല്യൂ കണ്ടുപിടിക്കണ്ടേ? a യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? x is equal to 1/2. 1/2 കൊടുത്താൽ 3 plus 4 into 1/2 is equal to a into 1 plus 1/2. എന്ന് പറഞ്ഞാൽ 4 2 വിട്ട് കഴിഞ്ഞാൽ 2 വരും. 3 2 5 is equal to a into 3/2. അപ്പോൾ a യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടുന്നത്? 2 by 10/2. a യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 10/2. അപ്പോൾ a യുടെ വാല്യൂ therefore g of x എന്ന് പറയുന്നത് എന്താണ്? a ക്ക് വരെ നമ്മൾ 10/3 എഴുതുന്നു by 1 minus 2x. b ക്ക് വരെ നമ്മൾ എന്ത് എഴുതുന്നു? -1/3 by 1 minus 6. ഇനി നമുക്ക് ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ a ന്റെ വാല്യൂ എത്ര കിട്ടണേ? a is equal to 1 by 1 minus 2x ആണെങ്കിൽ എന്താണ് ആൻസർ? 10/3 into 2 raised to n. അടുത്ത കേസിലോ രണ്ടാമത്തെ കേസിലോ -1/3 into 1 by 1 minus x ആണെങ്കിലോ 1 raised to. ഇതാണ് നമ്മുടെ a. അപ്പൊ നമ്മൾ ആ റെഫറൻസ് ഇക്വേഷൻ സോൾവ് ചെയ്ത് a ന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. a ന്റെ വാല്യൂ എത്ര കിട്ടി നമുക്ക്? 10/3 into 2 raised to n plus -1/3 into 1 raised to. അപ്പൊ ജനറേറ്റർ ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യുന്ന ഒട്ടുമിക്ക പ്രോബ്ലത്തിൽ ഈ പാർഷ്യൽ ഫ്രാക്ഷൻ എന്നുള്ള സംഭവം കടന്നു. അപ്പൊ അതറിയാവുന്ന കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അറിയില്ലാത്ത കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾ പഠിച്ചെടുത്തേ പറ്റൂ. അങ്ങനെ ജനറേറ്റർ ഫംഗ്ഷൻ ഒരു 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ടായിരിക്കും എക്സാമിനേഷന് വരിക. ജനറേറ്റർ ഫംഗ്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജനറേറ്റർ ഫംഗ്ഷൻ തന്നെ ഉപയോഗിച്ച് റെക്കൺസിലേഷൻ സോൾവ് ചെയ്യുക. ഇവിടെ ലാസ്റ്റ് നമ്മൾ 1 by 1 minus 2x വരുമ്പോൾ നമ്മൾ ആ ഫോർമുല ഓർത്തിരിക്കുക. 1 by 1 minus 2x ആണെങ്കിൽ 2 raised to n ആണ്. 1 by 1 minus 3x ആണെങ്കിൽ 3 raised to n ആണ്. 1 by 1 minus 4x ആണെങ്കിൽ എന്താണ്? 4 raised to n ആണ്. അപ്പൊ ആ ഫോർമുല ഓർത്ത് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. ഇവിടെ നോക്കിയേ, ഇവിടെ b by 1 plus x ആണ് കേട്ടോ. -1/3 by 1 plus x ആണ്. 1 plus x വരുമ്പോൾ ഇവിടെ നമുക്ക് -1 കേട്ടോ. -1/3 into -1 raised to n. ഞാനിവിടെ പ്ലസ് ആയിരുന്നു, അവിടെ ഇട്ടപ്പോൾ എന്താ മൈനസ് ആയിട്ട് മൈനസ് ഇട്ടപ്പോഴാണ് 1 raised to n വന്നത്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ b by 1 plus x ആണ്. b by 1 plus x ആണെങ്കിൽ b ക്ക് ഒരു -1/3 താഴെ 1 plus x ആണ്. 1 plus x ആണെങ്കിൽ അതിന്റെ an എന്ന് പറഞ്ഞാൽ എന്താണ്? -1 raised to n ആണ്. അപ്പൊ മൈനസ് കൊണ്ട് ചേർക്കണം. -1/3 into മൈനസ് തുടക്കത്തിൽ എഴുതിയപ്പോൾ ഞാൻ +1 raised to n എഴുതിയത് തെറ്റാണത്. -1/3 into -1 raised to n. അപ്പൊ ഫൈനൽ ആൻസർ എന്താണ്? an is equal to 10/3 into 2 raised to n plus -1/3 into -1 raised to n. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.